ഇനി നമുക്കൊരു അതിഥിയുണ്ട്. മാത്യു, പ്രശസ്ത എഡിറ്ററായ നൗഫൽ അബ്ദുൾ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം നെല്ലിക്കാമ്പുയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ നല്ല അഭിപ്രായം തേടി തിയേറ്ററിൽ നല്ല കളക്ഷനൊക്കെ നേടി അങ്ങനെ ചെറിയ കുതിപ്പ് തുടരുകയാണ്. അത് വലിയ കുതിപ്പിലേക്ക് അടക്കട്ടെ എന്നാണ് നമ്മുടെ നടൻ മാത്യു പറയുന്നത്. റിലീസ് ദിനം തിയേറ്ററുകളിൽ നിന്ന് 60 ലക്ഷം രൂപ നേടിയൊരു ചിത്രമാണിത്. ഓൺലൈൻ ബുക്കിങ്ങിലും ശക്തമായ മുന്നേറ്റം നടത്തുന്നുവെന്നാണ് അവർ പറയുന്നത്. നെല്ലിക്കാമ്പുയിൽ നൈറ്റ് റൈഡേഴ്സിൻ്റെ നായകനാണ് ഈ മാത്യു. മാത്യുവിനെ നമ്മളിന്ന് മോർണിംഗ് ഷോയിലേക്ക് വിളിച്ചിരിക്കുക. പുതിയ പ്രതിഭകൾ, നവാഗത പ്രതിഭകൾ സിനിമാ രംഗത്ത് സജീവമാകട്ടെ. മാത്യു, യു ആർ വെൽക്കം. വരൂ മാത്യു. മാത്യുവിന് ഇവിടെ നിൽക്കാം. മാത്യുവിനെ നേരത്തെ ഒന്ന് കണ്ടത് ഓർമ്മിക്കുന്നുണ്ട്. മാത്യു എന്ത് ചെയ്യുമ്പോഴാണ് സിനിമയിലേക്ക് ചാടിയത്? ഞാൻ 10ൽ പഠിക്കുമ്പോ സ്കൂളിൽ ഒരു ഓഡിഷൻ വന്നു. അപ്പൊ അങ്ങനെ ക്ലാസ് കിട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. സ്കൂളിലായിരുന്നു? ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ. പഠിത്തം നിർത്തിയോ? ഇല്ലല്ലോ, +2 കഴിഞ്ഞു. അയ്യോ, പിന്നെ സിനിമയും പഠനവും ഒന്നിച്ചു പോട്ടെ. കുറച്ച് ഓൺലൈനിലൊക്കെ ഉള്ള കാലമല്ലേ. അപ്പൊ ഈ ലോകമാകെ ഓൺലൈനിലായിപ്പോ. അതൊക്കെ മാത്യു, അപ്പൊ ഈ നൈറ്റ് റൈഡേഴ്സ്, നെല്ലിക്കാമ്പുയിൽ നൈറ്റ് റൈഡേഴ്സ് എന്താണ്? സിനിമ കാണാത്തവർക്ക് വേണ്ടിയാണ് എനിക്ക് ചോദിക്കുന്നത്. നെല്ലിക്കാമ്പുയിൽ നൈറ്റ് റൈഡേഴ്സ് എന്താണ് ഈ നെല്ലിക്കാമ്പുയിൽ? നെല്ലിക്കാമ്പുയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കഥ നടക്കുന്ന ഗ്രാമമാണ് നെല്ലിക്കാമ്പുയിൽ. ശരിക്കും കണ്ണൂരുള്ളൊരു സ്ഥലമാണ് നെല്ലിക്കാമ്പുയിൽ. പക്ഷെ നമ്മൾ കഥ ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളൊരു എന്താ പറയാ, ഒരു ഫിക്ഷണൽ ലാൻഡാണ്. അവിടുത്തെ കുറച്ച് ഫാന്റസികളും കുറച്ച് പേടിപ്പിക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് സിനിമ. ഹൊറർ ഫാന്റസിയാണ്. അതെ അതെ അതെ. കുറച്ച് കോമഡി ഉണ്ട്. ഇതിന് തമ്മിൽ എങ്ങനെ ചേർന്ന് പോകും ഹൊറർ കോമഡി ആയിട്ട്? ഈ പറഞ്ഞ നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്ന എന്താ, നമുക്ക് ചോറൊക്കെ തരുമ്പോ എന്താ ഇത് നമ്മൾ എന്താ ചാത്ത വന്ന് പിടിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ വരുമെന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ കാണാത്തവർക്ക് സ്പോയിൽ ചെയ്യുന്നില്ല. അതെ അതെ അതെ. സാധാരണ ഇത് നമ്മുടെ നാട്ടിലെ ചില പ്രേക്ഷകർക്കൊക്കെ, ചില കുടുംബ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും ഈ ഹൊറർ എന്ന് കേൾക്കുമ്പോൾ അവർ കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ മടിക്കും. അപ്പം സാധാരണ സിനിമയിൽ അത് റിസ്ക് ഉണ്ട് താനും. ടെലിവിഷനിലും ഉണ്ടാ റിസ്ക്. അയാൾ TV അപ്പം തന്നെ ഓഫ് ചെയ്യും. അപ്പൊ ഇതിൽ എങ്ങനെയാണ്? ഒരു ലൈറ്റ് ഹൊറർ ആണോ? പേടിപ്പിക്കുന്ന ഹൊറർ ഉണ്ട്, പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഹൊറർ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ കഴിഞ്ഞ 3 ദിവസം 24-ാം തീയതിയാണ് സിനിമ ഇറങ്ങി. അപ്പൊ ഈ കഴിഞ്ഞ 3 ദിവസം നമുക്ക് വന്ന റെസ്പോൺസ് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ, നമ്മൾ തിയേറ്റർ വിസിറ്റ് നടത്തുമ്പോൾ കുട്ടികൾ പറയാ പേടിക്കുന്നുണ്ട്, പക്ഷെ അവസാനം ആവുമ്പോൾ പേടി മാറി. അല്ലെങ്കിൽ എനിക്ക് വന്ന ഒരു പേഴ്സണൽ മെസ്സേജാണ്. ഒരു എന്താ, ഒരു കുട്ടി ഇരുട്ട് പേടിയുള്ള ഒരു കുട്ടി സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് പേടി മാറ്റാൻ ഇത് ഉപകരിക്കും. ഉറപ്പായിട്ടും അതാണ് സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം. ബാക്കി എന്റർടൈൻമെന്റ്, ഹ്യൂമർ എല്ലാം നിലനിൽക്കെ സിനിമ സംസാരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം നമ്മൾ നമ്മുടെ പേടികളെ മാറ്റുക, അതെ, ഫേസ് ചെയ്യാന്നുള്ളതാണ്. ഈ മാത്യുവും കൂട്ടുകാരും കുറച്ച് കോമഡികൾ ഒപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹൊററിന് പാരലായിട്ടാണോ ഈ കോമഡി ഇതിൽ വളരുന്നത്? ഹൊററിന്റെ ഒപ്പമാണ്, അതോടൊപ്പം അതേ സ്വിങ്ങിൽ തന്നെ നമുക്ക് കോമഡിയും ഉണ്ട്. ഈ മാത്യു പൊതുവെ എങ്ങനെയുള്ള സിനിമകൾ കൂടുതൽ ചെയ്യാനാണ് താല്പര്യം? ശരിക്കും ഇഷ്ടപ്പെട്ടു വന്നാണോ സിനിമയിലേക്ക്? അതോ അല്ല, ഇഷ്ടപ്പെട്ടു വന്നതല്ല, പക്ഷെ വന്നതിന് ശേഷം വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ മാത്യുവിന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം എന്താ ജനങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റും? ഉറപ്പായിട്ട് ഇനി നല്ല സിനിമകൾ ചെയ്യണം നമുക്ക്. കാരണം നമ്മളൊരു സിനിമ ചെയ്താൽ അത് ആൾക്കാരിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം. പിന്നെ നമ്മൾ ചെയ്തൊരു കല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ആൾക്കാർ അതിനെ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം. അപ്പൊ ഇനിയും നല്ല സിനിമകൾ തുടർന്ന് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം. ഈ നെല്ലിക്കാമ്പുയിൽ നൈറ്റ് റൈഡേഴ്സ് വന്നതിന് ശേഷം പുതിയ ഓഫറുകളൊക്കെ ഉറപ്പായിട്ടും പുതിയ, ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ഒരു വളരെയധികം ഒരു കുറച്ചും കൂടെ ഒരു വലിയൊരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു മെച്യൂർ ക്യാരക്ടറായിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയാം. അപ്പൊ അത് ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ആൾക്കാർ മിക്കവാറും ഇത് കാണുമ്പോ ഇത് കളിയാക്കുന്നൊക്കെ ഉള്ളൊരു, നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ചെയ്തത്, പക്ഷെ എന്നാലും ഒരു ഭയം ഉണ്ടാവുമല്ലോ. അപ്പൊ വീട്ടിൽ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരു പ്രേക്ഷകൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, എടോ മാത്യു, തന്റെ സിനിമ ഞാൻ എന്തിനാ കാണുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോട് എന്ത് മറുപടി പറയും? ഞാൻ പറയും, ഇത് വളരെ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കും സമയത്തിനും നമ്മൾ ഒരു തരത്തിലുള്ള ഒരു നഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയം പോയല്ലോ എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല. അത് എനിക്കിപ്പോ പടം ഇറങ്ങി 3 ദിവസമായി. അപ്പൊ എനിക്ക് വളരെ കോൺഫിഡൻസ് പറയാം. എനിക്കൊന്ന് താങ്കൾക്ക് മാത്യുവിന് വലിയൊരു ഭാഗ്യം കിട്ടിയതാണ് വിജയോട് അഭിനയിക്കാൻ പറ്റി ലിയോ സിനിമയിൽ, അല്ലേ? അതെങ്ങനെ വീണ് കിട്ടി? വിജയോടൊക്കെ അഭിനയിക്കാൻ ചെറിയ പ്രായത്തിലെ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ കാര്യം. വിജയുടെ മകനായിട്ടാണ് അഭിനയിച്ചത്. തമിഴ് അറിയില്ലായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഡയലോഗുകളൊക്കെ പഠിച്ചു. പുള്ളി ഇപ്പൊ വിജയ്ക്ക് മലയാളം അറിയോ? വിജയ്ക്ക് മലയാളം അറിയാം. അതെ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല എല്ലാം അറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്നെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന്റെ, ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് വരെ നമ്മുടെ കാര്യങ്ങൾ, അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോൾ എന്റെ അടുത്ത് വന്ന് എന്റെ ആ സമയത്ത് ഇറങ്ങാനുള്ള ഒരു സിനിമയെ പറ്റിയൊക്കെ അന്വേഷിക്കുകയും അപ്പൊ അത് ഇറങ്ങി കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വന്നോ എന്ന്
നിൽക്കുക, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ഭയങ്കര കാര്യമായിരുന്നു. കംഫർട്ട് ആയിരുന്നു അല്ലേ? ഉറപ്പായിട്ടും ഇപ്പൊ സിനിമ വിട്ട് നിൽക്കാൻ ലിയോ പോകുന്ന വിജയിച്ച സ്ഥിതിക്ക് അത് തമിഴ് സിനിമാ വേദിയിൽ നിന്ന് ക്ഷണം വരാൻ കാരണമായോ? അതെ, ഉറപ്പായിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തായിരുന്നു, ധനുഷ് ഡയറക്ട് ചെയ്തൊരു സിനിമയുടെ ഭാഗമായി. അപ്പൊ അവിടെ വലിയ സാറിന്റെ മകനായിട്ട് അഭിനയിക്കുന്നതിന്റെ ഒരു സ്നേഹം വലിയ സംഭവമുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഇറങ്ങിയ സെൽഫിക്കൊക്കെ ആൾക്കാർ കൂടുന്നുണ്ടല്ലേ? അത് വലിയ ഭാഗ്യമാണ് ചെറിയ പ്രായത്തില്. അപ്പൊ ഇനി എങ്ങോട്ടാ യാത്ര? രാവിലെ അല്ല, സിനിമാ ജീവിതത്തിൽ ഇല്ല, ഇവിടെ തന്നെ നമുക്ക് മലയാളത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും. അപ്പൊ ഇനിയും നല്ല മലയാള സിനിമ. തിരുവാങ്കുളത്തെ അടിപൊളി ഗ്യാങ് ആണല്ലോ. അതെ, തിരുവാങ്കുളത്താണ്. അതിനപ്പുറത്ത് മണിയുടെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും മാത്യു, വലിയൊരു ഭാവി മാത്യുവിൽ ഞാൻ കാണുന്നു. മാത്യു, വാർത്തയൊക്കെ ശ്രദ്ധിക്കൂ. ഉറപ്പായിട്ടും ഞാനത് പറയാൻ വേണ്ടി എനിക്കിപ്പോ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളരെയധികം ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ ചെറുപ്പം പോലെ നമ്മൾ TV കണ്ടു വളരുമ്പോ ചേട്ടൻ അറിയാത്ത ആരും ഇല്ല. അല്ലെങ്കിൽ എന്തായാലും വാർത്തകൾക്കിടയിലാണ് മാത്യു നിൽക്കുന്നത്. നമ്മൾ വാർത്തയിലേക്ക് മടങ്ങുന്നു. ഈ നൈറ്റ് റൈഡേഴ്സ്, നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് വലിയ വിജയമാകട്ടെ. മാത്യു വലിയ നടനാകട്ടെ. താങ്ക് യു. നന്നായി വരും. ഇതാ വഴി. ഓക്കെ, അപ്പോൾ മാത്യു വിജയുടെ ലിയോ സിനിമയിൽ വിജയുടെ മകനായിട്ടൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. ഇപ്പോൾ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സിലെ നായകൻ മാത്യു ആണ് നമ്മുടെ അതിഥിയായിട്ട് വന്നത്. പുതിയ ചെറുപ്പക്കാർ വരട്ടെ. അപ്പോൾ പുതിയ ചെറുപ്പക്കാർ വരുമ്പോൾ ഒരു പുതിയ സിനിമാ സംസ്കാരം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ.